Hello my dear students, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ The Nightingale and the Rose എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ആവശ്യമുള്ളവർ അതിൽ കയറി ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഇത് വലിയൊരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 പാർട്ടാക്കിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. Let us revisit എന്ന ഭാഗത്തിൽ ആക്ടിവിറ്റി 1 നോക്കൂ. Read the story and answer the following questions. Put a tick mark in the appropriate box. നിങ്ങൾക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റോസ് ദാറ്റ് സ്റ്റുഡൻറ് സെർച്ചസ് ഫോർ? ആ സ്റ്റുഡൻറ്റ് തിരഞ്ഞിരുന്ന റോസിൻ്റെ കളർ എന്തായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്. കളർ എന്തായിരുന്നു? റെഡ് അല്ലേ? Then second question, what does the Nightingale admire about the students? ആ നൈറ്റിംഗേലിന് സ്റ്റുഡൻറ്റിനോട് ഒരു ആരാധനയൊക്കെ തോന്നി. എന്തായിരുന്നു അതിന് കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? He values love above everything else. എന്താണ് അവൻ്റെ സ്നേഹം എന്ന് പറയുന്നത്? എല്ലാത്തിനേക്കാളും മുകളിൽ അവൻ സ്നേഹത്തിനായിരുന്നു വില കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ആരാധന തോന്നിയത്. Then third question, where does the student plan to present the rose to the girl? എവിടെ വെച്ചിട്ടാണ് ആ സ്റ്റുഡൻറ്റ് പ്ലാൻ ചെയ്തത്? എന്തിന്? ആ ഗേളിന് റോസ് കൊടുക്കാൻ വേണ്ടി, റോസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് സ്ഥലം പ്ലാൻ ചെയ്തിരുന്നത്? ഏത് സ്ഥലത്ത് വെച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്? ആൻസർ അറ്റ് ദ പ്രിൻസസ് ബോൾ അല്ലെ, പ്രിൻസസിൻ്റെ നൃത്തവേദിയിൽ വെച്ചിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ കുഡിൻറ്റ് ദ സ്റ്റുഡൻറ്റ് ഫൈൻഡ് എ റെഡ് റോസ് ബൈ ഹിംസെൽഫ്? എന്തുകൊണ്ടാണ് ആ സ്റ്റുഡൻറ്റിന് സ്വന്തമായിട്ട് റെഡ് റോസ് കണ്ടെത്താൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അവൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ നോക്കൂ. The red rose tree was withered in the winter. എന്താണ് ആ കാലാവസ്ഥയിൽ റെഡ് റോസുകളൊന്നും വിരിയുന്ന ഒരു കാലാവസ്ഥയായിരുന്നില്ല. കാലാവസ്ഥ അനുയോജ്യമായ ഒരു കാലാവസ്ഥ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവന് കിട്ടാതിരുന്നത്. Then fifth question, which of the following was not done by the Nightingale to get the rose? ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നൈറ്റിംഗേൽ ചെയ്യാത്ത ഒരു കാര്യം? ചെയ്യാത്തതാണ് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്തത് നിങ്ങൾക്കറിയാം, അതിൽ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. അത് ഏതാണ് നിങ്ങൾ കണ്ടെത്തി ടിക്ക് മാർക്ക് ചെയ്യണം. ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് ഓൾ നൈറ്റ്. അവൾ എന്ത് ചെയ്തു? എല്ലാ നൈറ്റിലും ഒരു ഫുൾ നൈറ്റ് എന്ത് ചെയ്തു? അവൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാട്ട് പാടി. ചെയ്തിരുന്നോ? യെസ്, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ഷീ ഗേവ് ഹെർ ബ്ലഡ് ടു ദ ട്രീ. അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മരത്തിന് ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ഷീ യെൽഡ് അറ്റ് ദ ട്രീസ് അണ്ടിൽ ദ ഗേവ് ഹെർ എ റോസ്. ഒരു റോസ് കിട്ടുന്നിടം വരെ അവൾ ആ ട്രീയുടെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നോ? അവൾ യാചിച്ച് നടന്നിട്ടുണ്ടായിരുന്നോ? ഒരു മരത്തിൻ്റെ പുറകെ ഇങ്ങനെ എനിക്ക് റെഡ് റോസ് വേണം എന്ന് പറഞ്ഞ് ഒരു മരത്തിൻ്റെ പുറകെ യാചിച്ച് നടന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ, നടന്നിട്ടുണ്ടായിരുന്നില്ല. ഷീ സെർച്ച്ഡ് ഓൾ ദ റോസ് ട്രീസ് ഇൻ ദ ഗാർഡൻ. അവൾ എല്ലാ സ്ഥലത്തും, എല്ലാ ഗാർഡനിലും റോസ് ട്രീ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൽ ഏതാണ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം? എന്താണ്? നമ്മൾ ആൻസർ ഓൾറെഡി പറഞ്ഞു. ഷീ യെൽഡ് ദ ട്രീസ് അൺടിൽ ദേ ഗേവ് ഹെർ എ റോസ്. അവൾ ഒരു മരത്തിനോട് യാചിച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല. റോസ് കിട്ടുന്നിടം വരെ മരത്തിനോട് യാചിച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി 3 അവൾ ചെയ്ത കാര്യമാണ് അല്ലേ, ഒന്ന് ചെയ്യാത്തതാണ്. അതാണ് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. Then sixth question, why did the professor's daughter reject the flower? എന്തുകൊണ്ടാണ് പ്രൊഫസറിൻ്റെ മകൾ ആ ഫ്ലവർ റിജക്റ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് നോട്ട് ബ്യൂട്ടിഫുൾ. അത് മനോഹരമല്ല. ഷീ വാസ് സാഡ് അബൌട്ട് ഡെത്ത് ഓഫ് ദ നൈറ്റിംഗേൽ. അവൾ എന്താണ്? നൈറ്റിംഗേലിൻ്റെ മരണം കൊണ്ട് അവൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഷീ ലൈക്ക്ഡ് യെല്ലോ റോസസ് ബെറ്റർ. അവൾ മഞ്ഞ റോസാണ് ഇഷ്ടപ്പെടുന്നത്. മണി ആൻഡ് ജുവൽസ് വേർ മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെർ ദാൻ ലവ്. അവൾ പണത്തിനും അതുപോലെ ആഭരണങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത് സ്നേഹത്തെക്കാളും. ഇതിലേതാണ് കറക്റ്റ് ആൻസർ?
ലാസ്റ്റ് വൺ അല്ലേ, മണി ആൻഡ് ജുവൽസ് were more important for her than love. അവൾ സ്നേഹത്തിനല്ല പ്രാധാന്യം നൽകുന്നത്. അവൾ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? പണത്തിനും അതുപോലെ ആഭരണങ്ങൾക്കുമാണ് എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. Then activity 2 നോക്കൂ. You have read the story The Nightingale and the Rose. Haven't you? നിങ്ങൾ Nightingale and the Rose എന്ന കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? Now read the story once again and complete the story house. നിങ്ങളോട് ഒരിക്കൽ കൂടി ആ കഥ വായിച്ചിട്ട് നിങ്ങൾ ഈ കംപ്ലീറ്റ് ഈ സ്റ്റോറി ഹൗസ് താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റോറി ഹൗസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കൂ. സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ സെറ്റിങ്സ് ആണ് അതിൽ ഉണ്ടായിരുന്നത്? ദെൻ അതുപോലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു ക്യാരക്ടേഴ്സ്? ദെൻ ക്ലൈമാക്സ്, അതിൻ്റെ ക്ലൈമാക്സ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദെൻ ഈവൻസ് ഉണ്ട്, അതേപോലെ ഫൈനൽ ഈവൻസ് ഉണ്ട് അല്ലേ? 2 ഈവൻസ്, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ഈവൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നിങ്ങൾ അതിൽ എഴുതി ചേർക്കേണ്ടത്. ഈ സ്റ്റോറി ഹൗസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇതിലെ ക്യാരക്ടേഴ്സ് ഇതാണ് എന്നും ഇതിൻ്റെ കഥ ഇതാണ്, ഈവൻസ് ഇതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കഥ വായിക്കാത്ത ഒരാൾക്ക് എന്ത് മനസ്സിലാവണം? ഈ സ്റ്റോറി ഹൗസ് കാണുമ്പോഴേ മനസ്സിലാവണം ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാവണം. അങ്ങനത്തെ സെൻറ്റൻസുകൾ വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് ഈവൻസിലും അതുപോലെ ഫൈനൽ ഈവൻസിലെല്ലാം ക്ലൈമാക്സ് എല്ലാം നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് അങ്ങനത്തെ സെൻറ്റൻസുകൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. അതിൻ്റെ സെറ്റിങ്സിൽ ഗാർഡൻ എന്ന് അവൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് കൊടുക്കാം? ഗാലറി, അതുപോലെ സ്റ്റുഡൻസ് ഹൗസ് ആൻഡ് വിൻഡോ, ദെൻ റോസസ് ഹൗസ് എന്ന് കൊടുക്കാം. ദെൻ ക്യാരക്ടേഴ്സ് എന്ന ബോക്സിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ആരൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്? ഒന്ന് നൈറ്റിംഗേൽ, ദെൻ ഗാർഡൻ ലിസാർഡ്, ദെൻ സ്റ്റുഡൻറ്റ്, പ്രൊഫസേഴ്സ് ഡോട്ടർ അല്ലേ? ദെൻ ക്ലൈമാക്സ് എന്നുള്ള താഴെയുള്ള ബോക്സിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കൂ. The nightingale pressed her breast against the thorn and started singing അല്ലേ? ആ ക്ലൈമാക്സിലാണ് അത് പറയുന്നത് അല്ലേ? എന്താണ് പറയുന്നത്? നൈറ്റിംഗേൽ എന്ത് ചെയ്തു? അവരുടെ അതിൻ്റെ ബ്രസ്റ്റ് മുള്ളിനോട് അമർത്തി പിടിച്ചിട്ട് അത് പാട്ട് പാടാൻ തുടങ്ങി. എ റെഡ് റോസ് അപ്പിയർഡ് ആൻഡ് ദ നൈറ്റിംഗേൽ ഡൈഡ്. പിന്നെ എന്താ സംഭവിച്ചത്? അതിൻ്റെ ബ്ലഡ് എന്ത് ചെയ്തു? ബ്ലഡ് അതിൽ വെയിനിലൂടെ ഒഴുകി വന്നിട്ട് അത് റെഡ് റോസായി മാറുകയും നൈറ്റിംഗേൽ മരണപ്പെടുകയുമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ആയി പറയുന്നത് അല്ലേ? ദെൻ ഈവൻസിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് നോക്കൂ. ദ യങ് സ്റ്റുഡൻറ് ലവ്സ് എ ഗേൾ. ആദ്യം എന്താണ് സംഭവിച്ചത്? ഒരു യങ് സ്റ്റുഡൻറ്റ് ഒരു ഗേളിനെ ഇഷ്ടപ്പെട്ടു. ആസ് ഹി കുഡ് നോട്ട് ഗെറ്റ് ദ റോസ് ഹി ബിക്കം ഡിജക്റ്റഡ്. ദെൻ ദ നൈറ്റിംഗേൽ ഫീൽസ് പിറ്റി ആൻഡ് റിക്വസ്റ്റ് എവറി റോസ് ട്രീ ടു ഗിവ് എ റോസ്. അർത്ഥം പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നതെല്ലാം നമ്മൾ ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. Then at last Rose Tree asked the Nightingale to give her life blood. അവസാനം എന്ത് ചെയ്തു? ഈ മരം നിന്റെ രക്തം തന്നാൽ ഞാൻ റെഡ് റോസ് തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതാണ് അതിൻ്റെ ഈവൻസിൽ പറയുന്നത്. ദെൻ ഫൈനൽ ഈവൻസിൽ എന്തൊക്കെ കൊടുക്കാം നോക്കൂ. The Nightingale sacrificed its life for the students. Nightingale എന്ത് ചെയ്തു? അവളുടെ ജീവിതം ത്യജിച്ചു കൊടുത്തു. സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് അവളുടെ ജീവിതം തന്നെ ത്യജിക്കുകയാണ് ചെയ്തത്. Then the lover reject his rose and his love. ആ ഗേൾ എന്ത് ചെയ്തു? അവൻ്റെ സ്നേഹവും അവൻ്റെ റോസ് പൂവും അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഫൈനൽ ഈവൻസ് നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ? ദെൻ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. Then let us enrich our vocabulary എന്ന സെക്ഷൻ നോക്കൂ. അതിൽ ആക്ടിവിറ്റി 1. Look at the sentence quoted below. The musician will sit in their gallery, said the young students, and play upon their stringed instruments, and my love will dance to the sound of the harp and the violin. എന്താണ് യങ് സ്റ്റുഡൻറ്റ് പറഞ്ഞത്? അവിടെ എൻ്റെ മ്യൂസീഷ്യൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇരിക്കുന്നുണ്ട്, അവരുടെ ഗാലറി ഇരിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? വയലിനും ഹാർപ്പും പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ ലവ് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ? അത് നമ്മൾ ചാപ്റ്ററിൽ കണ്ട ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ ഹാർപ്പ് അതുപോലെ വയലിൻ എന്ന് പറയുന്ന 2 ഇൻസ്ട്രുമെൻസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും സ്ട്രിങ്ങഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സ്ട്രിങ്ങഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പികളെല്ലാം വലിച്ചു കെട്ടിയിട്ട് നമ്മളെങ്ങനെ വയലിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? വയലിൻ എങ്ങനെ പ്ലേ ചെയ്യുന്നത്? വയലിന് കമ്പിയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്ത് വരുന്നത്.
അല്ലേ? അതാണ് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. കയറ് അല്ലെങ്കിൽ കമ്പികളെല്ലാം നൂല് പോലെയുള്ള ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുള്ളതിനെയാണ് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. Then നോക്കൂ, harp and violin are stringed musical instrument. Here a list of some musical instruments. Classify them as stringed, wind and percussion instruments. നിങ്ങൾക്ക് താഴെ 3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ നെയിംസും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. അത് സ്ട്രിങ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ കമ്പികൾ കെട്ടി വലിച്ചിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നതിനെയാണ് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്, അല്ലേ? വിൻഡ് നിങ്ങൾക്ക് മീനിങ് അറിയാം. കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുഴലിലെല്ലാം ഊതും നമ്മൾ, അല്ലേ? ഊതുമ്പം മ്യൂസിക് വരില്ലേ? ഓടക്കുഴലിലെല്ലാം ഫ്ലൂട്ടിലൊക്കെ നമ്മൾ ഊതുന്നതിനനുസരിച്ചാണ് മ്യൂസിക് വരുന്നത്. അതാണ് വിൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പെർക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടിയിട്ടെല്ലാം ശബ്ദമുണ്ടാക്കില്ല. ചെണ്ട, മദ്ദളമെല്ലാം നമ്മൾ അടിക്കുന്നതിനനുസരിച്ചാണ്, അല്ലെ? കൊട്ടുന്നതിനനുസരിച്ചാണ് സൗണ്ട് വരുന്നത്. അതാണ് അതിൽ എഴുതി ചേർക്കേണ്ടത്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ പേരുകൾ ഇതിലുണ്ടായിരിക്കും, അല്ലേ? നമ്മൾ പരിചിതമായതും അപരിചിതമായതുമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തരം തിരിച്ച് നോക്കാം, ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ആൻസർ നോക്കൂ. സ്ട്രിങ്ഡിൽ വരുന്നത് ഗിറ്റാർ, മോഹനവീണ, സാരംഗി, സിത്താർ, വീണ. ദെൻ വിൻഡിൽ വരുന്നത് അക്കോർഡിയൻ, ബാഗ് പൈപ്പ്, ബാരൽ, ക്ലാരിനെറ്റ്, ഫ്ലോട്ട്, ഹാർമോണിയം, സാക്സോഫോൺ, സാങ്വാങ് ആൻഡ് സെർണ. പെർക്വേഷനിൽ വരുന്നത് ബാസ് ഡ്രം, ചെണ്ട, ധോലക്, മദ്ദളം, മൃദംഗം, തബല. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Then activity 2, read the following sentences from the story. On the topmost spray of the rose tree there blossomed a marvelous rose. What a wonderful piece of luck, he cried. Here is a red rose. The words underlined are synonyms. Synonyms are words or expressions which have the same or nearly the same meaning as another in the same language. Big and large are the synonyms. എന്താ ഇതിൽ പറയുന്നത്? ഇതിൽ സിനോണിംസിനെ കുറിച്ചാണ് പറയുന്നത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. ഓക്കെ, സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് തന്നെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മാർവെലസ്, അതുപോലെ വണ്ടർഫുൾ, രണ്ടിനും സെയിം മീനിങ് ആണ്. മാർവെലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതകരമായി, അല്ലേ? വണ്ടർഫുൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ അതേ മീനിങ് ആണ് മാർവെലസ്. അതുപോലെ വേറെ ഒന്ന് കൊടുത്തിരിക്കുന്നത് ബിഗ് കൊടുത്തിട്ടുണ്ട്, ലാർജ് കൊടുത്തിട്ടുണ്ട്. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത്. അതുപോലെ ലാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും വലുത് എന്നാണ് മീനിങ്, അല്ലേ? സെയിം മീനിങ് ആയിരിക്കും. അതാണ് സിനോണിംസ്. മനസ്സിലായല്ലോ? സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്സ് വരണം. ഇവിടെ നിങ്ങൾക്ക് താഴെ കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്? സിനോണിംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് സിനോണിംസ് എന്ന് നിങ്ങൾ പെയറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നിന് തന്നെ ഒരേ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരേ വേർഡ് ആയിരിക്കും, പക്ഷേ ഒരേ മീനിങ്സും ആയിരിക്കും. 2 എണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് പെയർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ വേർഡ്സ് ആൻഡ് പെയർ ദം ആസ് സിനോണിംസ് ഫ്രം ദെയർ ലിസ്റ്റ് ബിലോ. വേർഡ്സും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിനോണിംസും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ 2 പെയറായിട്ട് വേർതിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിനോണിംസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? സെയിം മീനിങ് ആയിരിക്കണം. ഓക്കെ, ആൻസർ നോക്കാം. ദെൻ ആൻസർ നോക്കാം. ഡോൺ, ഡേ ബ്രേക്ക് എന്നാണ് വരുന്നത്. ദെൻ വിസ്പറിൻ്റെ അതേ മീനിങ് ആണ് മർമർ എന്നുള്ള വേർഡിന്. ദെൻ സ്ലൈറ്റ്, ഫൈൻഡ്, അതാണ് അതിൻ്റെ സെയിം അർത്ഥമാണ് രണ്ടിനും ഉള്ളത്. ദെൻ റൂഡ്, ഇംപൊളൈറ്റ്, ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഫിറ്റ്, രണ്ടിനും സെയിം മീനിങ്സ് ആണ് കേട്ടോ. പ്രൂഡൻറ്റ്, വൈസ്, ടെൻസ് എന്ന് പറഞ്ഞാൽ നർവസ് എന്നാണ്. വെൽത്തി എന്ന് പറഞ്ഞാൽ റിച്ച്, സമ്പന്നൻ എന്നുള്ളതാണ് പറയുന്നത്. സെയിം മീനിങ്സ് ആണ്. സെയിം മീനിങ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആക്ടിവിറ്റി 3 നോക്കാം. ദെൻ ആക്ടിവിറ്റി 3 നോക്കൂ. ദ സ്റ്റുഡൻറ്റ്, ദ നൈറ്റിംഗേൽ ആൻഡ് ദ പ്രൊഫസേഴ്സ് ഡോട്ടർ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. നമുക്കറിയാം, അല്ലേ? സ്റ്റുഡൻറ്റ്, അതുപോലെ നൈറ്റിംഗേൽ, പ്രൊഫസേഴ്സ് ഡോട്ടേഴ്സ്, ഇവർ 3 പേരുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഓൾ ട്രൈസ് ഡസ് ഈച്ച് ക്യാരക്ടേഴ്സ് ഹാവ് ഇൻ ദ സ്റ്റോറി. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സ്വഭാവമാണുള്ളത്, അല്ലേ?
Fill the following chart with words from the box given below that are most appropriate traits of each character. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ബോക്സിൽ കുറേ വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും അനുയോജ്യമായ വേർഡ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് അവരുടെ സ്വഭാവത്തിന് യോജിച്ചത് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ആ കോളത്തിൽ എഴുതി കൊടുക്കണം. താഴെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ്, പ്രൊഫസേഴ്സ് ഡോട്ടർ, നൈറ്റിംഗേൽ എന്ന് 3 ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബോക്സിൽ അവർക്ക് മാച്ചായ സ്വഭാവം, അവരുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് ആ കഥ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൽ അവർക്ക് മാച്ചായ സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന്, അവരുടെ ക്യാരക്ടർ ട്രൈറ്റ് എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെരി സിമ്പിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആൻസേഴ്സ്. ഫസ്റ്റ് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം വരുന്നു? സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എങ്ങനത്തെ ആളാണ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനത്തെയാണ്, അത് നമുക്ക് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. ഇന്നസെൻസ് ആണ് അല്ലേ. ദെൻ ലവ് ആണ്, ട്രൂത്ത്, സീരിയസ്, സിൻസിയർ, സെൻസിറ്റീവ്, റിയലിസ്റ്റിക് ആൻഡ് റൊമാൻറ്റിക് അല്ലേ. ഇത്രയും ക്യാരക്ടർ എല്ലാം സ്റ്റുഡൻറ്റിൻ്റെ അനുയോജ്യമായതാണ് അല്ലേ. ദെൻ പ്രൊഫസേഴ്സ് ഡോട്ടറിന്, അതായത് ആ ഡോക്ടർ മകളുടെ, പ്രൊഫസറിൻ്റെ മകൾക്ക് അനുയോജ്യമായത് എന്തെല്ലാം കാര്യങ്ങളാണ്? എങ്ങനെയുള്ള ആളായിരുന്നു അവള്? മണി, എഗ്രീഡ്, പ്രൈഡ്, ഇൻസിൻസിയർ അല്ലേ. മണി എല്ലാമാണ് അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആയത്. സിൻസിയർ ആയിരുന്നു അല്ല, ഇൻസിൻസിയർ ആയിരുന്നു അല്ലേ. അവൾക്ക് സ്നേഹത്തിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. ദെൻ നൈറ്റിംഗേലിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് നോക്കൂ. ഇന്നസെൻസ്, ലവ്, ഹീറോയിസം, compassion, sacrifice, bravery, sincere, selfless, realistic and purity. ഇതെല്ലാം നൈറ്റിംഗേലിൻ്റെ ക്യാരക്ടറാണ് അല്ലേ. ഇതിൽ രണ്ടിലും വരുന്ന സ്റ്റുഡൻറ്റിൽ ലവും അതുപോലെ ഇന്നസെൻസും നൈറ്റിംഗേലിനും സ്റ്റുഡൻറ്റിനും ഉണ്ട്. അതങ്ങനെ എഴുതാം, അതിന് കുഴപ്പമില്ല കേട്ടോ. ദെൻ ആക്ടിവിറ്റി, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലെറ്റ് us റൈറ്റ് എന്നുള്ള സെക്ഷൻ എടുക്കൂ. അതിൽ ആക്ടിവിറ്റി 1, ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് ഇൻ ടേംസ് ഓഫ് ഹിസ് ഐഡിയാസ്, ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്, ഹിസ് ഫീലിംഗ്സ് ഫോർ ലവ് എക്സെട്ര ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി. പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദ സ്റ്റോറി ടു സപ്പോർട്ട് യുവർ ഐഡിയാസ്. ഇനി ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ സ്റ്റുഡൻറ്റിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം? അവൻ്റെ ലോകം അല്ലെ, അവൻ എന്താണ് ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും, അതുപോലെ അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ്റെ ഫീലിങ്സ് എന്താണ് എന്നും എല്ലാം നിങ്ങളോട് എടുത്ത് ഒരു പാരഗ്രാഫാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൽ നിന്നുള്ള നിങ്ങൾക്ക് ലൈൻസ് എടുത്ത് എഴുതാം. നിങ്ങളുടെ ഐഡിയാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് അതിന് പറ്റിയ ലൈൻസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതാം. നിങ്ങൾ അങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതും നോക്കൂ. Then answer നോക്കൂ. The students in the story The Nightingale and the Rose is very romantic, sensitive and passionate. He feels depressed when he fails to get a red rose for his beloved. Sorrow has set her seal upon his brow and feels lonely. His studies did not make him wise. He is blind with love, so he does not understand the true nature of the girl. He thinks she will have no heed of me and my heart will break. He is sincere in his love, so he weeps thinking of his ill fate. The nightingale feels pity and desires to sacrifice his life for the sake of the boy. Then പിന്നീട് നമുക്ക് എന്ത് എഴുതാം? Finally, when he gets the red rose, he rushes to his beloved. She tells him, I am afraid it will not go with my dress. She says that the Chamberlain's nephew has sent her precious jewels. She rejects him by saying that jewels cost far more than flowers. The student finally realizes that his lover is ungrateful. He throws the flowers into the street. The poor lover walks away saying, what a silly thing love is. The ending of the story makes us think seriously about issues like love, sacrifice, greed, etc. Okay? മനസ്സിലായല്ലോ? ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് മീനിങ്സ് ഒന്നും പറയാതെ പെട്ടെന്ന് വായിച്ചു പോയത്. ഓക്കെ, നിങ്ങൾ എഴുതിയെടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുക്കുക. ദെൻ ആക്ടിവിറ്റി 2 നോക്കാം.
Then activity 2. Imagine that the young student has realized the sacrifice made by the Nightingale. നിങ്ങൾ ഇമാജിൻ ചെയ്യണം. എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്? ആ സ്റ്റുഡൻറ്റ് ആ നൈറ്റിംഗേൽ ചെയ്ത ത്യാഗം തിരിച്ചറിഞ്ഞു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഹി ഫീൽസ് വെരി സാഡ് ആൻഡ് റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവന് എന്താകും? ആകെ സങ്കടമാകും അല്ലേ? അതിനെക്കുറിച്ച് അവൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് വുഡ് ഹി റൈറ്റ്? അവൻ എന്തൊക്കെയായിരിക്കും അതിലെഴുതുക? റൈറ്റ് ദ ലെറ്റർ. ആ ലെറ്റർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. എന്താണ് ചെയ്യേണ്ടത്? അവൻ സാക്രിഫൈസ് ചെയ്തില്ല. ആ നൈറ്റിംഗേൽ സാക്രിഫൈസ് ചെയ്ത കാര്യം അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയാകുമ്പോൾ അവനക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതിനെക്കുറിച്ച് അവൻ അവൻ്റെ ഫ്രണ്ടിന് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിലെന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആൻസർ നോക്കാം. ലെറ്ററിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാലോ. ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? ഇടത് സൈഡിൽ മുകളിൽ അല്ല ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് എഴുതണം. അതുപോലെ ഡേറ്റും നമ്മൾ കൊടുക്കണം. നിർബന്ധമായിട്ടും ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ഫോളോ ചെയ്യണം. ഫോർമാറ്റിന് നിങ്ങൾക്ക് പകുതിയോളം മാർക്ക് നിങ്ങൾക്ക് ഫോർമാറ്റിന് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. ഫോർമാറ്റ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ലെഫ്റ്റ് സൈഡിൽ എല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. മുകളിൽ നിന്ന് തുടങ്ങി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ടു അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആർക്കാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ടിനാണെങ്കിൽ ഫ്രണ്ടിന്, അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക്, അച്ഛനാണെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസേഴ്സിനാണെങ്കിൽ അങ്ങനെ ആർക്കാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാല്യൂട്ടേഷൻ, മൈ ഡിയർ അല്ലെങ്കിൽ ഡിയർ എന്നെല്ലാം വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു സാല്യൂട്ടേഷനും കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ലെറ്റേഴ്സ് എഴുതി തുടങ്ങുക. ഓക്കെ, മസ്റ്റായിട്ടും ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫ്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മുടെ കണ്ടൻറ്റ് വരേണ്ടത്. നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണോ എന്തിനെ കുറിച്ചാണോ നമുക്ക് പറയാനുള്ളത് അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത്. ദെൻ ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺക്ലൂഷൻ കൊടുക്കണം. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് നമ്മൾ ഈ കത്ത് നിർത്തുകയാണ്, ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കത്ത് അവസാനിപ്പിക്കല്ലേ. അതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലെറ്റർ എഴുതാമെന്ന്. നോക്കൂ, ഫസ്റ്റ് ഫ്ലാറ്റ് നമ്പർ 34 സെക്ടർ 9 വാഷിങ്ടൺ സ്ട്രീറ്റ്. അതാണ് അവിടുത്തെ അഡ്രസ്സ്. നമ്മുടെ എങ്ങോട്ടാണ് അയക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അഡ്രസ്സ് കൊടുക്കാം. ദെൻ ഡേറ്റ് കൊടുക്കുകയാണ് 22 മാർച്ച് 2018. ഓക്കെ, നമ്മൾ എന്നാണ് എഴുതുന്നത് ആ ഡേറ്റ് കൊടുക്കുക. ദെൻ ഡിയർ ടോം, നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മൈ ഡിയർ ടോം അല്ലെങ്കിൽ ഡിയർ ടോം എന്ന് നമുക്ക് കൊടുക്കാം. ദെൻ ലെറ്റർ തുടങ്ങുകയാണ്. ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. Hope all at home are fine. I am writing this letter to tell you about a very touching experience. ഞാൻ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നാണ് പറയുന്നത്? വളരെ ഹൃദയാത്മകമായിട്ട് എന്നെ ടച്ച് ചെയ്ത ഒരു അനുഭവം നിന്നോട് പങ്കുവെക്കാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. യു നോ ഐ വാസ് ഇൻ ലവ് വിത്ത് ദ പ്രൊഫസേഴ്സ് ഡോട്ടർ. നിനക്കറിയാലോ ഞാൻ പ്രൊഫസേഴ്സ് ഡോട്ടറിനെ നല്ല ഇഷ്ടത്തിലായിരുന്നു. വൺ ഡേ ഷീ സെഡ് that she would dance with me at the princess ball the next night if I brought her a red rose. You know, roses couldn't be found in that season, so I was very sad. അല്ലേ, ഒരു റോസ് എന്നോട് ആവശ്യപ്പെട്ടു, പക്ഷേ ആ സീസണിൽ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ റോസ് കിട്ടാൻ എവിടെയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് നമുക്ക് എഴുതാം. ഐ വാസ് വെരി ഫ്രസ്ട്രേറ്റഡ്. I sat in my garden weeping. I feared that the professor's daughter would not dance with me. എനിക്ക് റോസ് എവിടെ നിന്നും കിട്ടിയില്ല, അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്തില്ല. Seeing my sorrow, a nightingale took pity on me. It wanted to help me. അല്ലേ, എൻ്റെ സങ്കടം കണ്ടിട്ട് നൈറ്റിംഗേൽ എന്നെ ഹെൽപ്പ് ചെയ്തു. ദ നൈറ്റിംഗേൽ അപ്രോച്ച്ഡ് ഓൾ ദ റോസ് ട്രീസ് ആൻഡ് ടോൾഡ് ദം എബൌട്ട് മൈ സ്ട്രേഞ്ച് കണ്ടീഷൻ. നൈറ്റിംഗേൽ എന്ത് ചെയ്തു? എല്ലാ റോസ് ചെടിയോടും അവൻ്റെ കണ്ടീഷൻ എല്ലാം പറഞ്ഞ് എല്ലാ ചെടികളോടും റോസ് തരുമോ എന്ന് ചോദിച്ചു നടന്നു.
The rose trees could not help the nightingale. ഒരു റോസ് ട്രീക്കും നൈറ്റിംഗേലിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. Finally, it came to the rose tree near my window. The rose tree said that the winter had chilled its veins, the frost had nipped its buds, and the storm had broken its branches, and so it could have no roses that year. അല്ലെ, വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് റോസ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. On repeated persuasions, the rose tree finally said that it could give a red rose only if the nightingale would sing to the tree with his breast against the thorn. എങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് റോസ് തരാമെന്ന് പറഞ്ഞു, നിന്റെ ബ്രസ്റ്റ് എൻ്റെ തോണിന്, എൻ്റെ മുള്ളിനോട് ചേർത്ത് വെച്ചാൽ നിനക്ക് ഞാൻ റോസ് പൂവ് തരാമെന്ന് പറഞ്ഞു. The red blood must flow into its veins. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലഡ് ഈ റോസ് ചെടിയുടെ നരമ്പുകളിലൂടെ, വെൻസുകളിലൂടെ ഒഴുകി വരും. വാട്ട് എ ഗ്രേറ്റ് സാക്രിഫൈസ് ദ നൈറ്റിംഗേൽ ഹാഡ് ഡൺ ഫോർ മീ. എന്തൊരു ത്യാഗമാണ് ആ നൈറ്റിംഗേൽ എനിക്ക് വേണ്ടി ചെയ്തത്. The nightingale thought that love was better than life. നൈറ്റിംഗേൽ എന്താ ചിന്തിച്ചത്? സ്നേഹമാണ് വലുത്, ജീവിതത്തെക്കാളും ജീവനേക്കാളും എല്ലാം വലുത് സ്നേഹമാണ് എന്നാണ് നൈറ്റിംഗേൽ ചിന്തിച്ചത്. ആൻഡ് ദാറ്റ് ബേർഡ്സ് ഹേർട്ട് വാസ് നത്തിങ് കമ്പയർഡ് ടു എ മാൻസ് ഹേർട്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വലുതാണ് ഒരു ബേർഡിൻ്റെ ഹൃദയം എന്നാണ് പറയുന്നത്. All the night the nightingale sang with her breast against the thorn and stained the rose tree with his life blood. A marvelous rose blossomed. അല്ല, ഒരു രാത്രി മുഴുവനും പാട്ട് പാടിയപ്പോൾ എന്ത് ചെയ്തു? ഒരു നല്ല മാർവലസ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു റോസ് വിരിഞ്ഞു വന്നു. ഷീ പ്രസ്ഡ് ക്ലോസർ ആൻഡ് ക്ലോസർ. അവൾ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും അവളുടെ ചെസ്റ്റ് അമർത്തിക്കൊണ്ടേ ഇരുന്നു. ബിറ്റർ ആൻഡ് ബിറ്റർ വാസ് ദ പെയിൻ. അവൾക്ക് വളരെയധികം വേദന അനുഭവപ്പെട്ടു. ഫെയിൻഡർ ആൻഡ് ഫെയിൻഡർ ഗിവ് ഹെർ സോങ്. ദ റോസ് ബിക്കെയിം crimson. The nightingale gave one last burst of music and lay dead in the grass with the thorn in her heart. What a heroic deed. I feel quite sad about this bird. എനിക്ക് വളരെ സങ്കടമായി, അല്ലേ, അവൾ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്ക് വളരെ സങ്കടമായി. I can never forget the glorious sacrifice of the nightingale. I have made up my mind to love all the birds and animals and do whatever I can to preserve and protect everything in nature. അല്ലേ, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ അനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റിഗാർഡ്സ് സിഗ്നേച്ചർ. പിന്നെ ആരാണ് എഴുതിയിരിക്കുന്നത്? ടോണി. നമ്മൾ എഴുതുന്ന ആളെ പേരും കൂടി ചേർത്ത് എഴുതുക. ഇത് കണ്ട് നിങ്ങൾ എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതാം, നിങ്ങൾക്ക് യുവേഴ്സ് ലവ്വിംഗ്ലി എഴുതാം. അതെല്ലാം നിങ്ങൾക്ക് റിഗാർഡ്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് അതെല്ലാം എഴുതി ചേർക്കാം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ലവ്വിംഗ്ലി, യുവേഴ്സ് സിൻസിയർലി എല്ലാം നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ലെറ്റേഴ്സിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Activity 3. The dejected student goes to his room overwhelmed with feelings and makes a diary entry. ഇനി നിങ്ങൾക്കൊരു ഡയറി എഴുതാനാണ് ഉള്ളത്. എന്താ ഡയറി വേണ്ടത്? ആ സ്റ്റുഡൻറ്റ് റിജക്റ്റ് ചെയ്ത് ഫീലിംഗ് ആയി വന്നു, ആ ലവ് റിജക്റ്റ് ചെയ്ത സമയത്ത് ആ സ്റ്റുഡൻറ്റ് ഫീലിംഗ് ആയി അവൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ എഴുതാനുള്ള ഒരു ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഡയറിയിൽ എന്തൊക്കെ ഉൾപ്പെടണം? ദ സ്റ്റുഡൻറ്റ് ഫീലിംഗ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ് ഇൻ ലവ്. ആ സ്റ്റുഡൻറ്റിൻ്റെ അപ്പോഴത്തെ ഫീലിംഗ് എന്താണ്? ആ ലവ് നിരസിച്ചപ്പോൾ എന്തായിരുന്നു അവൻ്റെ ഫീലിംഗ്? ദെൻ വാട്ട് ഹീ തിങ്ക് ഓഫ് പ്രൊഫസേഴ്സ് ഡോട്ടർ. അവൻ ആ ഡോട്ടറിനെ കുറിച്ച്, പ്രൊഫസറിൻ്റെ മകളെ കുറിച്ച് എന്താണ് അവൻ ചിന്തിച്ചത്? വാട്ട് ഹീ വുഡ് ഡു ഇൻ ഫ്യൂച്ചർ. ഇനി അവൻ എന്താണ് ഭാവിയിൽ, എന്താണ് അവൻ്റെ പ്ലാൻ, അവൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതെല്ലാം ആ ഡയറിയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഒരു ഡയറി എങ്ങനെ എഴുതാൻ നിങ്ങൾക്കറിയാലോ, നമുക്ക് നോക്കാം. ഡയറി എഴുതുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഡേറ്റും അതുപോലെ ഇയറും നിങ്ങൾ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുക്കുക. പിന്നെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഡേറ്റ് നിങ്ങൾ നിർബന്ധമായും കൊടുക്കണം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. വാട്ട് എ wretched fate, how cruel the professor's daughter is. I never thought she would be so ungrateful. I can't even imagine she said the red rose would not go with her dress. The Chamberlain's nephews, he has given her jewels. How dare she say that jewels cost far more than flowers? Today is the darkest day in my life. What a silly thing love is. I pined for it, worthless. Can wealth and position be more valuable than a man's love?
Never again trust a girl. A nightingale sacrificed its life for me. Well, hereafter I will never do any harm to any living being. I take a pledge that I shall dedicate my whole life for the protection and preservation of everything in nature. അല്ലെ, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ഫീലിങ്സ്, അതുപോലെ ഡോക്ടറിനെ കുറിച്ച് അവൻ്റെ ഒരു അഭിപ്രായം, പിന്നെ ഭാവിയിൽ അവൻ എന്ത് ചെയ്യും എന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ, ഭാവിയിൽ അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ, അവൻ പ്രിസർവ് ചെയ്യും, അവൻ പ്രൊട്ടക്റ്റ് ചെയ്യില്ല, ആനിമൽസിനും ബേർഡ്സിനും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഡയറി മനസ്സിലായിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Next activity നോക്കുക. Activity 4. The relationship between man and nature is one of the themes of the story The Nightingale and the Rose. In the story The Nightingale, the green lizard and the rose tree speak like human being. Like at the poster given below and identify features of a poster. Design a poster form promoting awareness on the need for conserving nature. താഴെ നിങ്ങളൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ പോസ്റ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേപോലത്തെ ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. എന്താണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്? കൺസേർവിങ് നേച്ചർ, നമ്മൾ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യണം എന്നുള്ളതിൻ്റെ, അതാണ് നിങ്ങൾക്കുള്ള തീം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. പോസ്റ്ററിൽ എന്തൊക്കെ വേണം? ഫീച്ചേഴ്സ് ഓഫ് എ പോസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ പോസ്റ്ററിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. നല്ല ഭംഗിയുള്ള, നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ട് ട്രീസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇതുപോലെ ഒരു പോസ്റ്റർ നിങ്ങളോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫീച്ചേഴ്സ് ഓഫ് എ പോസ്റ്റർ, ഈ പോസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ തന്നിരിക്കുന്നത് ഒന്ന് ലേ ഔട്ട് ഉണ്ട്. എന്തൊക്കെ ലേഔട്ടിൽ എന്തൊക്കെ പെടും എന്ന് നോക്കണം. അതുപോലെ കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് എങ്ങനത്തെ കണ്ടന്റ് ആയിരിക്കും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കണം. അതുപോലെ ലാംഗ്വേജ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജിനെ പറ്റി എന്തൊക്കെയാണ്, ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം എന്നെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ഈ ലേ ഔട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കൂ. ഇൻട്രസ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ്. ദെൻ ഇമേജസ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് എന്തെങ്കിലും ഇമേജ് വരയ്ക്കാൻ കഴിയുമെങ്കിൽ അത് വരച്ച് വെക്കുക. ഷുഡ് ഹൈലൈറ്റ് ദ ടോപ്പിക്. എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ എന്താണോ നമ്മോട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് അത് നല്ല ഹൈലൈറ്റ് ആയിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് എഴുതാൻ ശ്രമിക്കുക. ദെൻ കണ്ടന്റിൽ എന്തെല്ലാം ചെയ്യണം? ക്യാപ്ഷൻ, നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കണം. ദെൻ ഡീറ്റെയിൽ ലൈക്ക് പ്ലേസ്, ടൈം ആൻഡ് വെന്യൂ നീഡഡ്. നമുക്ക് വേണമെങ്കിൽ സ്ഥലം, അതുപോലെ ഡേറ്റ്, നമ്മുടെ എവിടെ നിന്നാണ് ഇത് എഴുതുന്നത്, എവിടെ വെച്ചിട്ടാണ് പരിപാടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കതിൽ എഴുതി ചേർക്കാം. ദെൻ ലാംഗ്വേജ്, നമ്മൾ എങ്ങനെയായിരിക്കണം പോസ്റ്റർ എഴുതുമ്പോൾ ഒരു ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം, പക്ഷെ എന്താവണം? അട്രാക്റ്റീവ് കൂടി ആവണം. ഷുഡ് കൺവേ ഡീറ്റെയിൽ ഇൻ ഷോർട്ട് സെൻറ്റൻസ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാതെ എന്ത് ചെയ്യണം? ഷോർട്ടായിട്ട്, വളരെ ഷോർട്ടായിട്ട് തന്നെ എന്താണ് കാര്യമെന്ന് നമ്മൾ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നല്ല രീതിയിൽ, നല്ല അട്രാക്റ്റീവായിട്ട് വേണം നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കാൻ. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, നല്ല ആകർഷണീയമായിട്ട്, നല്ല വൃത്തിയോടും നല്ല കളർഫുള്ളായിട്ട് എല്ലാമാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ വളരെ ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വരക്കാൻ കഴിയുന്നവർ അങ്ങനെ വരച്ചിട്ട് നല്ല വൃത്തിയിൽ അട്രാക്റ്റീവായിട്ട് കളർഫുള്ളായിട്ട് നിങ്ങളുടെ കളർ പെൻസിലെല്ലാം ഉപയോഗിച്ചിട്ട് നല്ല കളർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതുപോലെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇഷ്ടം പോലെ നമുക്ക് നെറ്റുകളിലെല്ലാം അവൈലബിൾ ആണ് അല്ലേ. ഇതിൻ്റെ പിക്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ അത് നോക്കിയിട്ടൊക്കെ വരച്ചിട്ട് നല്ല വൃത്തിയിൽ അട്രാക്റ്റീവായിട്ട് നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എല്ലാം എഴുതി, ക്യാപ്ഷനെല്ലാം എഴുതി തയ്യാറാക്കി നല്ലൊരു പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ,
ഇവിടെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, സേവ് ട്രീ സേവ് എർത്ത് എന്നുള്ളൊരു ക്യാപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്തതാണ്. നിങ്ങൾ ഇതിലേറെ ഭംഗിയിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആക്കി എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.